ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഘാട്ടി എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമയിൽ വിക്രം പ്രഭുവും അനുഷ്കയും ചേർന്നിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം നമുക്ക് സിനിമയുടെ ഒരു സമ്മറി നോക്കാം. ഘാത്തി എന്ന പേരിൽ ഒരു ഗോത്ര വിഭാഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഭാരമുള്ള വസ്തുക്കൾ എളുപ്പത്തിൽ ചുമക്കാൻ കഴിയും. അതുപോലെ അവർ കഞ്ചാവ് ചെടികളും വളർത്തുന്നുണ്ട്. ചില ബിസിനസ്സുകാർ തങ്ങളുടെ കച്ചവടത്തിനായി ഇവരെ ഭീഷണിപ്പെടുത്തി ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരാൻ ഘാത്തി ഗോത്രത്തിലെ ചിലർ ശ്രമിക്കുന്നുണ്ട്. അവർ ശ്രമിച്ചതുകൊണ്ട് എന്തെല്ലാം പ്രഖ്യാതങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ കഥ. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. സോ നമുക്കിനി സിനിമയിലേക്ക് കടക്കാം. ആന്ധ്ര അതിർത്തിയിലുള്ള ഒരു പ്രദേശമാണ് ആദ്യം കാണിക്കുന്നത്. അവിടെ ഘാത്തി എന്ന ഗോത്ര വിഭാഗക്കാർ മയക്കുമരുന്ന് തയ്യാറാക്കുകയും അത് ചാക്കുകളിൽ നിറച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഗോത്രത്തിലെ എല്ലാവരും വളരെ ശക്തരായ ആളുകളാണ്. മലമ്പ്രദേശങ്ങളിലൂടെയെല്ലാം അവർ ഈ ചാക്കുകൾ ചുമന്നുകൊണ്ട് പോകുന്നു. ഇതാണ് അവരുടെ ജോലി. ഇതിൽ നിന്ന് അവർക്ക് കുറച്ച് വരുമാനം ലഭിക്കും. എന്നാൽ അവർ ചെയ്യുന്ന ഈ പ്രവൃത്തി കാരണം വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആന്ധ്രയിലും തെലങ്കാനയിലുമുള്ള പല ഭാഗങ്ങളിലും ഈ മയക്കുമരുന്ന് വിതരണം ചെയ്യപ്പെടുന്നു. ഇത് ഉപയോഗിക്കുന്ന യുവാക്കൾക്കിടയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ മയക്കുമരുന്ന് കാരണം ആ ചെറുപ്പക്കാരൻ പതിയെ മരണപ്പെടാനും തുടങ്ങുന്നു. ഇതിനെക്കുറിച്ച് ഒരു TV ചാനൽ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ഒരുപാട് യുവാക്കൾ ഇതിന് ഇരയാകുന്നുണ്ടെന്നും സർക്കാർ ഇത് എങ്ങനെയെങ്കിലും തടയണമെന്നും അവർ പറയുന്നു. തുടർന്ന് പോലീസ് ചെക്കപ്പ് കാണിക്കുന്നു. ഒരു സ്ഥലത്ത് ധാരാളം മയക്കുമരുന്ന് പിടികൂടിയിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ വെച്ചിട്ടാണ് ഇത് പിടികൂടിയത്. അതുകൊണ്ട് ഇത് ഞാൻ പിടിച്ചതാണ് എന്ന് പറഞ്ഞ് 2 സംസ്ഥാനങ്ങളിലെയും പോലീസ് അംഗങ്ങൾ തമ്മിൽ തർക്കിക്കുന്നു. അപ്പോഴാണ് ഒരു കമ്മീഷണർ അവിടേക്ക് വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, പകുതിയായി വീതിച്ചെടുക്കുക. 2 പേരും പിടിച്ചതായി കണക്ക് കാണിക്കാം. 2 പേരും അത് സമ്മതിക്കുന്നു. കമ്മീഷണർ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ യാദൃശ്ചികമായി ആ ലോറിയുടെ ടാങ്ക് ശ്രദ്ധിക്കുന്നു. ആ ടാങ്ക് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോവാണ്. കാരണം ആ ടാങ്കിൽ മറ്റെന്തോ ഒരു മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ചതായി അദ്ദേഹത്തിന് തോന്നുന്നു. ഇവിടെ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, പരിശോധിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം പരിശോധിക്കുന്നു. അത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോവാണ്. അവർ പിടിച്ചെടുത്ത മയക്കുമരുന്നിനേക്കാൾ വളരെ വീര്യം കൂടിയ ഒന്നായിരുന്നു അത്. മാത്രമല്ല അത് ദ്രാവക രൂപത്തിലായിരുന്നു. ഈ മയക്കുമരുന്ന് എപ്പോൾ മുതലാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്, ഏത് സംഘമാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പുള്ള മയക്കുമരുന്നിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത് പുതിയ ഒന്നാണ്. ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അടുത്തതായി ഒരു ബിസിനസ്സുകാരനെയാണ് കാണിക്കുന്നത്. ഇയാളാണ് എല്ലായിടത്തും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഒരു MP-യുമായി ചേർന്നാണ് ഇയാൾ ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ പിടികൂടിയ ആ ദ്രാവക രൂപത്തിലുള്ള മയക്കുമരുന്നും ഇയാളുമായി ഒരു ബന്ധവുമില്ല. നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ നമ്മൾ അറിയാതെ മറ്റെന്തെങ്കിലും പണി ഒപ്പിക്കുന്നുണ്ടോ എന്ന് അയാൾക്ക് സംശയം തോന്നുന്നു. ഇയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന 2 സഹോദരന്മാരുണ്ട്. ഘാത്തി ഗോത്രത്തിൽപ്പെട്ടവരാണ് അവർ. പുതുതായി പിടികൂടിയ മയക്കുമരുന്നിനെ കുറിച്ച് അവർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഏതോ ഒരുത്തനാണ് ഈ പണി ചെയ്യുന്നത്. സാധാരണ മയക്കുമരുന്നിനെ ദ്രാവക രൂപത്തിലേക്ക് മാറ്റുന്നു. അവനെ കണ്ടെത്തണം എന്നവർ തീരുമാനിക്കുന്നുണ്ട്. സംശയമുള്ള കുറച്ച് പേരെ അവർ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. നിങ്ങളാണത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. സത്യമായിട്ടും പിടികൂടിയ മയക്കുമരുന്നിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നവർ പറയുന്നു. എല്ലാവരും അറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് നമുക്ക് തുല്യമായി കച്ചവടം നടത്തുന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഒരു ബസ് സ്റ്റോപ്പ് കാണിക്കുന്നു. ഈ ബസ്സിലെ കണ്ടക്ടറാണ് നമ്മുടെ നായിക. പേര് ശീലാവതി. തുണി വിൽക്കുന്ന ഒരാൾ ബസ്സിൽ കയറുന്നുണ്ട്. അവൾ അയാളിൽ നിന്ന് തുണി വാങ്ങുകയാണ്. അവൾ രാജു എന്നൊരാളെ സ്നേഹിക്കുന്നുണ്ട്. രാജുവിന് ഈ ഡ്രസ്സൊക്കെ നന്നായി ചേരും എന്നൊക്കെ അവൾ തുണി വിൽക്കുന്ന ആളോട് സംസാരിക്കുന്നു. തുണി വിൽക്കുന്ന ആളുടെ പേര് വേമ്പുലി എന്നാണ്. ശീലാവതിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ അവൾ രാജുവിനെ കാണാൻ വരുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു ഉത്സവമുണ്ട്, നീ തീർച്ചയായിട്ടും ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം എന്നവൾ പറയുന്നു. അവനും സമ്മതിക്കുന്നുണ്ട്. അവന്റെ കൂടെ ഒരു സുഹൃത്തുമുണ്ട്. നിങ്ങൾ 2 പേരും വരണം എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. രാത്രി അവർ 2 പേരും കണ്ടുമുട്ടുന്നത് കാണിക്കുന്നുണ്ട്. അവർ ഉത്സവപ്പറമ്പിലൂടെ ചുറ്റിക്കറങ്ങുന്നു. അവർ ഒരുപാട് വർഷങ്ങളായി പ്രണയത്തിലാണെന്ന് തോന്നുന്നു. അവർ അടുത്തിടപഴകുന്ന സീനുകൾ ഒരു പാട്ടിലൂടെ കാണിക്കുന്നു. നേരത്തെ പറഞ്ഞ 2 സഹോദരന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇൻസ്പെക്ടറാണ് ഭൂപതി. മറ്റാരെങ്കിലും ഈ പുതിയ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയാൻ ഭൂപതി അന്വേഷണത്തിനായി വന്നിരിക്കുകയാണ്. അയാളുടെ കൂടെ ഇവരുടെ എല്ലാം മേൽനോട്ടം വഹിക്കുന്ന മാനേജറും ഉണ്ട്. അപ്പോഴാണ് നായകൻ അങ്ങോട്ട് വരുന്നത്. അവൻ മാനേജറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. അത് തിരികെ കൊടുക്കാനാണ് വന്നത്. ഇത് കാണുന്ന ഭൂപതി ആരാണ് ഇവൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇവനും ഈ ജോലി ചെയ്തിരുന്നതാണ്, ഇപ്പോൾ അതെല്ലാം നിർത്തി എന്ന് മാനേജർ പറയുന്നു. നായകനും നായികയും ഒരു കാലത്ത് ഈ ജോലി, അതായത് ചാക്കുകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന ജോലി ചെയ്തിരുന്നു. ആ ജോലി ചെയ്തവൻ എന്തിനാണ് ഇപ്പോൾ നിർത്തിയത് എന്ന് ഭൂപതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാനേജർ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. അവർ 2 പേരും ഒരുമിച്ച് ഈ ജോലി ചെയ്തിരുന്നു. അവരുടെ കുടുംബങ്ങളും ഇതേ ജോലി തന്നെയാണ് ചെയ്തിരുന്നത്.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റെയ്ഡിൽ അവർ പിടിക്കപ്പെട്ടു. പോലീസ് അവരെ രണ്ടുപേരെയും ക്രൂരമായി മർദ്ദിച്ചു. സർ, എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോളൂ, അവളെ അടിക്കരുത് എന്ന് നായകൻ പറയുന്നു. മർദ്ദിക്കുക മാത്രമല്ല, പോലീസുകാർ അവളോട് മോശമായി പെരുമാറാനും ശ്രമിച്ചു. അപ്പോഴേക്കും മാനേജർ അവിടെ എത്തി അവരെ തടഞ്ഞു. ആ സഹോദരന്മാർ ധാരാളം പണം നൽകി പോലീസിനെ ഒതുക്കി. അവർ രണ്ടുപേരെയും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നുണ്ട്. നായകന്റെ അച്ഛൻ വെടിയേറ്റ് മരിക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. ഇതറിഞ്ഞ് നായകൻ ആകെ തകർന്നു പോവാണ്. അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവൻ വരുമ്പോൾ അമ്മ അവനെ തടയുന്നുണ്ട്. നീ അവന് ദേഹത്ത് തൊടരുത് എന്നവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ തൊഴിൽ ചെയ്യുന്നതിൽ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പണത്തിന് വേണ്ടിയാണ് നായകൻ അത് ചെയ്തിരുന്നത്. ഇനിമേൽ നീ ഈ ജോലി ചെയ്യുകയാണെങ്കിൽ നിന്റെ അച്ഛനെ നീ കൊള്ളി വെക്കരുത്, എനിക്കും വെക്കരുത് എന്ന് അമ്മ പറയുന്നു. ഈ ജോലി ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്ന് നായകൻ ചോദിക്കുന്നുണ്ട്. ഏത് ജോലി വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഈ ജോലി ഇനി ചെയ്യരുത് എന്നമ്മ തീർത്തു പറയുന്നു. ആ ഗ്രാമത്തിലെ 90% ആളുകളും ഈ ജോലി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ആശയക്കുഴപ്പത്തിലാവുന്നു. ഒടുവിൽ അമ്മ പറയുന്നത് കേട്ട് അച്ഛന് ചെയ്യേണ്ട അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ഞാൻ ഇനി ഈ പണിക്കില്ല എന്നവൻ മാനേജറോട് പറയുന്നു. പ്രസന്റിൽ മാനേജർ ഇതെല്ലാം ഭൂപതിയോട് പറയുന്നുണ്ട്. നായകൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരത്തെ കണ്ട കമ്മീഷണർ ഒരു കസ്റ്റമറിനെ പോലെ മയക്കുമരുന്ന് വിൽക്കുന്നവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള മയക്കുമരുന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതൊന്നും വേണ്ട, പുതുതായി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കുക എന്ന് കമ്മീഷണർ ചോദിക്കുന്നു. അയാൾ പുതിയ ചില മയക്കുമരുന്ന് കാണിക്കുന്നു. ഇതുമല്ല, എനിക്ക് ദ്രാവക രൂപത്തിൽ ഒരു മയക്കുമരുന്ന് വന്നിട്ടുണ്ടല്ലോ, അതാണ് വേണ്ടത് എന്ന് കമ്മീഷണർ ആവശ്യപ്പെടുന്നു. നീ അത് വിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞാൻ വന്നത് എന്ന് പറഞ്ഞ് കമ്മീഷണർ അയാളെ പൂട്ടുന്നു. ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. ആരുടെ കയ്യിൽ നിന്നാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, പേര് പറഞ്ഞാൽ അവരെന്നെ തട്ടിക്കളയും എന്നയാൾ പറയുന്നു. ശരി, അവർ നിന്നെ കൊല്ലുമായിരിക്കും, നീ പണം എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് കമ്മീഷണർ ചോദിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ഒരിടത്ത് ഞാൻ വെക്കും, അവർ വന്നെടുത്തോളും എന്നയാൾ പറയുന്നു. അത് മതി, അവരെ ഞാൻ പിടിച്ചോളാം എന്ന് കമ്മീഷണർ പറയുന്നുണ്ട്. അവർ പണമെടുക്കാൻ വരുമ്പോൾ പിടികൂടാനായി കമ്മീഷണറും സംഘവും പല വേഷങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു. അപ്പോൾ അതുവഴി ഒരു ട്രെയിൻ വന്ന് അവിടെ അല്പനേരം നിർത്തുന്നുണ്ട്. ആ ട്രെയിനിലാണ് നായകനും നായികയും വന്നിരിക്കുന്നത്. നായകൻ വെള്ളം എടുക്കാനെന്ന വ്യാജേന പുറത്തിറങ്ങി പണക്കിഴിയെടുക്കാൻ നോക്കുന്നു. നായിക ട്രെയിനിന്റെ വാതിൽക്കൽ നിന്ന് അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ചുറ്റും നോക്കുമ്പോഴാണ് പല വേഷങ്ങളിലായി പോലീസുകാർ നിൽക്കുന്നത് അവൾ കാണുന്നത്. അവൾ നായകന് സിഗ്നൽ കൊടുക്കുന്നു, എടുക്കരുത്, വേഗം പോയെന്ന്. നായകൻ അത് മനസ്സിലാക്കുന്നു. നായകൻ പെട്ടെന്ന് തന്റെ വേഷം മാറ്റുന്നു, കൂലിയുടെ വേഷം ധരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കയർ ഉപയോഗിച്ച് പെട്ടെന്ന് ആ കിഴി വലിച്ചെടുക്കുന്നു. അവനാണ് കിഴിയെടുത്തത്, പിടിക്കുക എന്ന് പറഞ്ഞ് പോലീസുകാർ പിന്നാലെ ഓടുന്നു. അവൻ അതിവേഗം ഓടുകയാണ്. പോലീസുകാരെ വഴിതെറ്റിക്കാൻ നായിക പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പിൽ അവൻ രക്ഷപ്പെടുന്നു. പെട്ടെന്ന് നായിക ഒരു ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവനും ജീപ്പിൽ കയറുന്നുണ്ട്. രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പോലീസുകാർ അവരെ പിന്തുടരുന്നു. പണക്കിഴിക്കുള്ളിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ടെന്ന് നായകന് മനസ്സിലാവുന്നുണ്ട്. അവൻ അതെടുത്ത് പുറത്തേക്ക് എറിയുന്നുണ്ട്. പിന്നാലെ വന്ന പോലീസുകാർക്ക് ട്രാക്കിംഗ് ഡിവൈസ് അവർ ഉപേക്ഷിച്ചെന്ന് മനസ്സിലാവുന്നു. മിസ്സായല്ലോ എന്നവർ നിരാശരാകുന്നു. ആ 2 കിഴികൾക്കും കൂടി 100 കിലോ ഭാരം വരും. അവൻ അത് നിഷ്പ്രയാസം ഉയർത്തിക്കൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ അവൻ തീർച്ചയായും ഗാത്തി ഗോത്രത്തിൽപ്പെട്ടവരായിരിക്കും എന്ന് കമ്മീഷണർ പറയുന്നുണ്ട്. തുടർന്ന് അവർ രണ്ടുപേരും ചെയ്യുന്ന ജോലിയെക്കുറിച്ച് കാണിക്കുന്നു. അവർ ഖാത്തി ജോലി ഉപേക്ഷിച്ചെന്ന് എല്ലാവരും വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റു ചിലരുമായി ചേർന്ന് അവരിപ്പോഴും ഈ ജോലി ചെയ്യുന്നുണ്ട്. കൂലിക്കാരായി ജോലി ചെയ്താൽ മുതലാളിക്ക് പണം പോകും. ആ പണം തങ്ങൾക്ക് തന്നെ കിട്ടാൻ വേണ്ടിയാണ് അവർ രഹസ്യമായി ഇത് ചെയ്യുന്നത്. ബിസിനസ്സുകാരെ കാണിക്കുന്നു. ആ രഹസ്യ കച്ചവടം നടത്തുന്നവരെ ഇപ്പോഴും സഹോദരന്മാർക്ക് കണ്ടെത്താനായിട്ടില്ല. തങ്ങൾക്ക് തുല്യമായി പണം സമ്പാദിക്കുന്നവരെ എങ്ങനെയെങ്കിലും തടയണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ആരാണെന്ന് മാത്രം കണ്ടെത്താൻ കഴിയുന്നില്ല. ആ ഗ്രാമത്തിലെ ആളുകൾക്കിടയിൽ ഒരു ആചാരമുണ്ട്. വിവാഹം ഉറപ്പിച്ചാൽ ആദ്യം ഭാര്യയുടെ കയ്യിലാണ് താലി കെട്ടുന്നത്, അതിനുശേഷമാണ് കഴുത്തിൽ കെട്ടുന്നത്. നായകൻ ഇപ്പോഴും അവളുടെ കയ്യിൽ താലി കെട്ടിയിട്ടില്ല. ഞാൻ എത്ര ചോദിച്ചിട്ടും അദ്ദേഹം കെട്ടിത്തരുന്നില്ല എന്ന് അവൾ വിഷമത്തോടെ പറയുന്നു. അവൾ ആ താലി സ്നേഹത്തോടെ എടുത്തു നോക്കുന്നു. അപ്പോൾ ഒരു മുത്തശ്ശി നായകനോട് സംസാരിക്കാൻ വരുന്നുണ്ട്. അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. എന്തിനാണ് കല്യാണം നീട്ടിക്കൊണ്ടുപോകുന്നത്, വേഗം കല്യാണം കഴിക്കുക എന്നവർ പറയുന്നു. അദ്ദേഹം പറയുന്നത് ന്യായമാണെന്ന് അവനും തോന്നുന്നുണ്ട്. അവൻ പെട്ടെന്ന് നായികയുടെ അടുത്തേക്ക് വരുന്നു. തരൂ, ഞാൻ കെട്ടിത്തരാമെന്ന് പറയുന്നുണ്ട്. സത്യമാണ് പറയുന്നത് എന്ന് അവൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു. അതെ എന്നവൻ പറയുന്നു. അവൻ വിവാഹം ഉറപ്പിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരെല്ലാം കൈയടിക്കുന്നു. അടുത്തതായി ആ അനുജനെ കാണിക്കുന്നു. അവൻ എല്ലാ ഭാഗത്തേക്കും ഡ്രോൺ ക്യാമറകൾ അയക്കുന്നുണ്ട്. എവിടെയാണ് രഹസ്യമായി ഈ മയക്കുമരുന്ന് നിർമ്മാണം നടക്കുന്നതെന്ന് കണ്ടെത്താനാണ് അവൻ ശ്രമിക്കുന്നത്. രഹസ്യമായി ഒരു ഗുഹയിലാണ് ഈ പണികളെല്ലാം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഒടുവിൽ അനുജൻ അത് കണ്ടെത്തുന്നു. ഇവിടെ നിന്നാണ് മണം വരുന്നത് എന്ന് പറഞ്ഞ് അവൻ പരിശോധിക്കാൻ വരുന്നു. ഖാത്തി ഗോത്രത്തിലെ കുറച്ചുപേർ ഒരുമിച്ച് അവിടെ ജോലി ചെയ്യുന്നത് അവൻ കാണുന്നുണ്ട്. ഓഹോ, അപ്പൊ നിങ്ങളാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്, ഇത്രയും കാലം ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ എന്നവൻ ദേഷ്യപ്പെടുന്നു. ഇവന്മാരെ ആരെയും വെറുതെ വിടരുത് എന്നവൻ പറയുന്നുണ്ട്. അവന്റെ ആളുകൾ അവരെ ആക്രമിക്കുന്നു. ഈ സമയം നായകൻ കല്യാണത്തിനായി ഒരു സാരി അവൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു കുട്ടി വന്ന് വിവരം പറയുന്നത്. വിവരം അറിഞ്ഞ ഉടൻ അവർ അങ്ങോട്ടേക്ക് ഓടി വരുന്നു. ഇതൊക്കെ ചെയ്യാനുള്ള ബുദ്ധിയൊന്നും നിങ്ങൾക്കില്ലല്ലോ, ആരാണ് നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞത് എന്ന് അനുജൻ ചോദിക്കുന്നു. അവർ നായകനെയും നായികയും ഒറ്റുകൊടുക്കുന്നില്ല. എന്നാൽ അവരെ രക്ഷിക്കാനായി നായകനും നായികയും അങ്ങോട്ട് വരുന്നുണ്ട്. ഓഹോ, അപ്പോൾ നീയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്, ഇനി ഈ പണിക്കില്ലെന്ന് പറഞ്ഞിട്ട് എന്തിനാണത് ചെയ്യുന്നത് എന്ന് അനുജൻ ദേഷ്യപ്പെടുന്നു. അനുജൻ നായികയെ മോശമായി സ്പർശിക്കുകയും അപമര്യാദയെ പെരുമാറുകയും ചെയ്യുന്നു.
ഇത് കണ്ട് നായകന് ദേഷ്യം വരുന്നുണ്ട്. അവൻ അനുജനെയും അവന്റെ ആളുകളെയും അടിക്കുന്നു. ഖാദി ജനത എന്താ മോശക്കാരാണോ എന്ന് ചോദിച്ച് അവൻ അവരുമായി ഘോരമായി പോരാടുന്നു. എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നുണ്ട്. നേരത്തെ കണ്ട ബിസിനസ്സുകാരന്റെ സെക്രട്ടറി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇവർ ഒരുമിച്ച് വരുന്നുണ്ട്. അനുജനെ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവനെ സ്വിമ്മിംഗ് പൂളിലേക്ക് വലിച്ചെറിയുന്നു. എന്തിനാണ് വന്നത് എന്ന് സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വരാനിരിക്കുകയായിരുന്നു, അതിനിടയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. നമുക്ക് രണ്ടുപേർക്കും ഒരു ഡീൽ ഉണ്ടാക്കാം എന്ന് നായകൻ പറയുന്നു. ബിസിനസിനെ കുറിച്ച് സംസാരിക്കാനാണ് അവർ വന്നതെന്ന് മനസ്സിലാവുന്നു. എന്നാൽ ചേട്ടൻ വരുന്നതിന് മുമ്പേ അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. സെക്രട്ടറി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അവരെയും ഈ പ്ലാനിൽ ഉൾപ്പെടുത്താം, കാരണം അവർ നന്നായി ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നവൾ പറയുന്നു. എന്നാൽ ചേട്ടൻ സമ്മതിക്കുന്നില്ല. അവരെല്ലാവരും കൂലിക്കാരാണ്, അവരുമായി ചേർന്ന് ജോലി ചെയ്യാൻ പറ്റില്ല എന്നവൻ പറയുന്നു. എന്നാൽ എംപിയും സെക്രട്ടറിയും അവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ അനുജൻ പറയുന്നുണ്ട്, അവര് പറയുന്നതിലും കാര്യമുണ്ട്, നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം. ഞാനാണ് അനാവശ്യമായി അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവരുണ്ടാക്കുന്ന മയക്കുമരുന്നിന്റെ പേര് ശീലാവതി എന്നാണ്. എന്തിനാണ് അവളുടെ പേര് വെച്ചിരിക്കുന്നത്? എന്താണ് അവളുടെ കഥ എന്ന് ചേട്ടൻ ചോദിക്കുന്നു. ആളുകൾക്ക് ശീലാവതിയെക്കുറിച്ച് അറിയാമായിരുന്നു. അവർ അവളുടെ കഥ പറയാൻ തുടങ്ങുന്നു. ശീലാവതിയുടെ അമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോൾ പ്രസവ സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അങ്ങനെയുള്ള സമയങ്ങളിൽ അവർ കഞ്ചാവ് മണപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ കുറച്ചുപേർ കഞ്ചാവ് ചെടികൾ കൊണ്ടുവന്ന് മണപ്പിച്ചു. എന്നാൽ ചില സങ്കീർണതകൾ കാരണം അമ്മ മരിച്ചുപോയി. പക്ഷെ കുഞ്ഞ് രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് അവൾക്ക് ശീലാവതി എന്ന് പേരിട്ടത്. ചേട്ടൻ അവരുടെ മയക്കുമരുന്ന് നിർമ്മാണശാലയിലേക്ക് വരുന്നുണ്ട്. ഇനി മുതൽ ഞാനും നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാം എന്നവൻ പറയുന്നു. സെക്രട്ടറി ആരെന്ത് ജോലി ചെയ്യണം, എത്ര കമ്മീഷൻ കിട്ടും എന്നൊക്കെ വിശദീകരിക്കുന്നു. എനിക്ക് ഈ ഡീൽ ഓക്കെയാണ് എന്ന് നായകൻ സമ്മതിക്കുന്നു. ആ സ്ത്രീ നിങ്ങളുടെ കല്യാണമല്ലേ, എന്റെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞ് ഒരു ആഭരണം അവൾക്ക് നൽകുന്നു. കല്യാണ ദിവസം വന്നെത്തുന്നുണ്ട്. ഒരുപാട് ആചാരങ്ങളോടെയാണ് അവർ കല്യാണം കഴിക്കുന്നത്. ആചാരങ്ങളെല്ലാം ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ നായകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ആക്രമണം നടക്കുന്നു. അനുജനാണ് ആളുകളെ വെച്ച് ആക്രമിക്കുന്നത്. അനുജൻ ദേഷ്യമില്ലാത്തവനെ പോലെ അഭിനയിക്കുകയായിരുന്നു. എന്നാൽ ഉള്ളിൽ കടുത്ത ദേഷ്യം ഉണ്ടായിരുന്നു. അനുജൻ നായികയെ അടിച്ച് ബോധം കെടുത്തുന്നു. എന്നിട്ട് അവളെ അവന്റെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഇത് കാണുന്ന നായകൻ കഷ്ടപ്പെട്ട് പോരാടി അങ്ങോട്ടേക്ക് ഓടാൻ ശ്രമിക്കുന്നു. നായകന്റെ കൺമുന്നിലിട്ട് അനുജൻ അവളെ ക്രൂരമായി മർദ്ദിക്കുന്നു. അവളുടെ സാരി വലിച്ചഴിക്കാൻ ശ്രമിക്കുന്നു. നായകനെ ഒരുപാട് പേർ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അനുജൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നായിക ജനിച്ച സ്ഥലത്തേക്കാണ് അവൻ അവളെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത്. നായകൻ എല്ലാവരെയും ആക്രമിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുമ്പോൾ ആരോ അവനെ വെടിവെക്കുന്നു. അത് ചേട്ടനായിരുന്നു. അവനും അവരുടെ കഥ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ചേട്ടൻ പുച്ഛത്തോടെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ വെറും ഒരു കാട്ടുവാസി ഗോത്രത്തിൽപ്പെട്ടവർ, നിങ്ങൾ ഞങ്ങൾ ഒന്നാണോ? നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആവണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അവന്റെ ജീവനും പോവും, നിന്റെ മാനവും പോവും എന്ന് പറഞ്ഞ് അനുജൻ അവളുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറുന്നു. അവരെ ജീവനോടെ വിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെയാണ് സിനിമയുടെ ഇന്റർവെൽ. നായകൻ ഒരു ലാബിൽ ജോലി ചെയ്യുന്നതായി പറഞ്ഞിരുന്നല്ലോ. അവിടെ അവനൊരു സുഹൃത്തുണ്ട്. കമ്മീഷണർ ഇപ്പോൾ ആ സുഹൃത്തിനെ കാണാനാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നായകൻ ആ ലാബിൽ ചേർന്നതിന് ശേഷമാണ് അവന് പുതിയ തരം മയക്കുമരുന്ന് ഉണ്ടാക്കാനുള്ള ആശയം കിട്ടിയത്. അത് കമ്മീഷണർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം ആ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് പല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്നവൻ പറയുന്നു. ആ പണം വെച്ച് അവൻ എന്ത് ചെയ്തു എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ ഗ്രാമത്തിൽ സ്കൂളോ ആശുപത്രിയോ നല്ല രീതിയിൽ ഉണ്ടായിരുന്നില്ല. അത് നിർമ്മിക്കാനാണ് നായകൻ ആഗ്രഹിച്ചത്. അതിനാണ് അവൻ ആ പണം ചെലവഴിച്ചത്. ഇവിടെ സ്കൂൾ വന്നു. സ്കൂളിന്റെ ചെലവ് 1 കോടി രൂപയായിരുന്നു. എന്നാൽ അതിന് കൈക്കൂലിയായി മാത്രം 25 കോടി രൂപയ്ക്ക് മുകളിൽ വാങ്ങി. അതിനുശേഷമാണ് അനുമതി തന്നത് എന്നവൻ പറയുന്നു. ചുരുക്കത്തിൽ സർക്കാർ അവരുടെ ജോലി ചെയ്യാൻ പോലും നായകൻ ഒരുപാട് പണം നൽകേണ്ടി വന്നു. അതിനുവേണ്ടിയാണ് അവൻ ഈ ജോലികളെല്ലാം ചെയ്തത്. ഇതെല്ലാം സുഹൃത്ത് പറയുമ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് തുടങ്ങിയതെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നു. അവർ രണ്ടുപേരും ഖാത്തി ജോലി ഉപേക്ഷിച്ചതിന് ശേഷം ഇടയ്ക്കിടെ ഗ്രാമത്തിലെ ആളുകളെ കാണാൻ വരാറുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഒരു സംഭവം നടന്നത്. ജോലിക്ക് പോയ 4-5 പേർ മലയിടിച്ചിലിൽപ്പെട്ട് മരിച്ചുപോയി. 4 കാശ് സമ്പാദിക്കാൻ നമ്മുടെ ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് നായകൻ പറയുന്നു. ഇത് കേട്ട് മാനേജർക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഇതൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു പോയതല്ലേ, ഇനി അനാവശ്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നയാൾ പറയുന്നു. മാനേജർ അടുത്ത സംഘത്തെ ജോലിക്ക് കൊണ്ടുപോകാൻ ആളുകളെ തയ്യാറാക്കുകയാണ്. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നായകനും നായികയും. അപ്പോൾ നായിക പറയുന്നുണ്ട്, ഇതെല്ലാം നിർത്താൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മൾ പണം സമ്പാദിച്ച് എന്തെങ്കിലും ചെയ്യണം. എന്നാൽ എനിക്ക് വീണ്ടും ഈ ജോലി ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തതാണ് എന്നവൻ പറയുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് ഒരുപാട് പേർക്ക് നല്ലത് വരും. അതിനുവേണ്ടി സത്യം ലംഘിക്കുന്നത് തെറ്റല്ല എന്നവൾ പറയുന്നു. അതുകൊണ്ടാണ് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ച് അവൻ വീണ്ടും ഈ ജോലി ചെയ്യാൻ തുടങ്ങിയത്. പ്രസന്റിൽ നായിക അവന്റെ കല്ലറ നോക്കി കരയുകയാണ്. അവൻ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പേ മരിച്ചുപോയല്ലോ. അവൾ തന്നെ താലിയെടുത്ത് സ്വയം കഴുത്തിൽ അണിയുന്നു. അവർ ബിസിനസ് ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം വില്ലന്മാർ പിടിച്ചെടുത്തിരിക്കുന്നു. ആളുകളെ ഭീഷണിപ്പെടുത്തി അവർ ജോലി ചെയ്യിപ്പിക്കുന്നു. നായിക വരുന്നത് കണ്ട് എല്ലാവരും അവളെ കളിയാക്കുന്നു. അവൻ ചത്തുപോയിട്ട് എന്തിനാണ് നീ താലി കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ദേഷ്യം വന്നവൾ അവരുമായി പോരാടാൻ തുടങ്ങുന്നു. ഒരുപാട് പേരുണ്ടായിട്ടും അവൾ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കാണാൻ ചേട്ടനും അനുജനും വരുന്നുണ്ട്. അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്.
അവളുടെ ഭർത്താവ് മരിച്ചതുകൊണ്ട് അവൾ ഭദ്രകാളിയായി മാറിയിരിക്കുകയാണ്. അവളെ വേഗം എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലത് എന്നവൻ പറയുന്നു. ചേട്ടനും അനുജനും ഇൻസ്പെക്ടർ ഭൂപതിയെ വിളിച്ച് അവളെ പൂട്ടാൻ തീരുമാനിക്കുന്നു. ഭൂപതി നായകന്റെ കല്ലറ മനഃപൂർവ്വം തകർക്കുകയാണ്. ദേഷ്യം വന്ന് അവൾ അടുത്തേക്ക് വരുമെന്ന് കരുതിയാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അവൻ ചെയ്യുന്നതെല്ലാം നായിക ദൂരെ നിന്ന് കാണുന്നുണ്ട്. മറ്റൊരു ദിവസം അവൾ ബസ്സിൽ ഒളിച്ചു പോകുന്നുണ്ടോ എന്നറിയാൻ അവൻ ഓരോ ബസ്സായി പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നു. അപ്പോൾ നായിക അവിടെ എത്തുന്നുണ്ട്. അവിടെയുള്ള പോലീസുകാരെ അവൾ ആക്രമിക്കുന്നു. പ്രത്യേകിച്ച് ഭൂപതിയുടെ കഥ കഴിക്കാനാണ് അവൾ വന്നിരിക്കുന്നത്. അവനെ കൊന്നതിന് ശേഷം അവൾ അവിടെ നിന്ന് പോവാണ്. നായിക ഒളിഞ്ഞും തെളിഞ്ഞും ആ സംഘത്തിലെ ഒരുപാട് പേരെ കൊല്ലുന്നു. ആ പ്രദേശത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി വാർത്തകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ബിസിനസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ആ ബിസിനസ്സുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത പണി കൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത്. കുറച്ചൊന്ന് ഒത്തുതീർപ്പായി പോയാൽ എന്താ, ഒത്തുതീർപ്പിനൊന്നും ഞങ്ങളെ വിളിക്കരുത് എന്നും അവർ പറയുന്നു. ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, ഇനിയെങ്കിലും ഒത്തുതീർപ്പാക്ക് എന്നയാൾ പറയുന്നു. ശരി, ഞങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറാണ്. അവൾ വരുമോ എന്ന് ചോദിക്ക് എന്നവർ പറയുന്നു. ഇതെല്ലാം സെക്രട്ടറി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളെ വരുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് അവൾ ആർക്കോ ഫോൺ ചെയ്യുന്നു. കമ്മീഷണർക്കാണ് അവൾ ഫോൺ ചെയ്തത്. കമ്മീഷണർ നായകന്റെ സുഹൃത്തിനോട് സംസാരിക്കാൻ അവന്റെ വീട്ടിലേക്ക് വരുന്നു. അവൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാം. അവളോട് സംസാരിച്ച് അവളോട് ഇവിടേക്ക് വരാൻ പറയും എന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന എല്ലാം വീടിനുള്ളിൽ ഒളിച്ചിരുന്ന നായിക കേൾക്കുന്നുണ്ടായിരുന്നു. ശീലാവതി, നീ ഇവിടേക്ക് പോകരുത് എന്ന് സുഹൃത്ത് പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ പോവാം എന്നവൾ സമ്മതിക്കുന്നു. അവൾ സംസാരിക്കാനായി അവിടേക്ക് വരുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ അവൾ എത്തുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ സംസാരിക്കാനായി വരുന്നുണ്ട്. MP-യും അവിടെയുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം മറന്നേക്ക്, ഇനി നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. നിനക്ക് എത്ര കമ്മീഷൻ വേണമെന്ന് ചോദിച്ചോളൂ എന്ന് MP പറയുന്നു. ചേട്ടനും ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് മട്ടിൽ സംസാരിക്കുന്നു. ഇനി നമ്മൾ രണ്ടുപേരും പങ്കാളികളാണ് എന്നവൻ പറയുന്നു. ഇപ്പോഴെന്തിനാണ് ഈ താലി ഇട്ടേക്കുന്നത്, ഇത് ഊരി മാറ്റ്, വേണമെങ്കിൽ ഞാൻ തന്നെ ഊരിത്തരാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ താലിയിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് അവൾ അവന്റെ കഴുത്തിൽ ഒരു ആയുധം കൊണ്ട് കുത്തുന്നു. അവൾ ആ ചേട്ടന്റെ കഥ കഴിക്കുന്നുണ്ട്. ചുറ്റും നിന്നവരെല്ലാം അവളെ ആക്രമിക്കാൻ വരുന്നുണ്ട്. എന്നാൽ അവൾ അവരുടെ കയ്യിലിരുന്ന തോക്ക് പിടിച്ചു വാങ്ങി അവരെ തന്നെ വെടിവെക്കുന്നു. അവിടെയുള്ള ജീപ്പിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവളുടെ വയറ്റിൽ ഒരു വെടിയുണ്ട ഏൽക്കുന്നു. വെടിയേറ്റതുകൊണ്ട് അവൾക്ക് ജീപ്പ് ശരിക്കും ഓടിക്കാൻ കഴിയുന്നില്ല. ജീപ്പ് നിയന്ത്രണം വിട്ട് ഒരു അപകടത്തിൽ പെടുന്നു. പിന്നാലെ വന്ന ആളുകൾ അവളുടെ കഥ കഴിക്കാനായി അടുത്തേക്ക് വരുമ്പോൾ ആരോ അവരെല്ലാം വെടിവെക്കുന്നു. അത് വേമ്പുലിയായിരുന്നു, തുണി വിൽക്കുന്നയാൾ. അവനാണ് അവളെ രക്ഷിച്ചത്. അവൾ ബോധരഹിതയായിരുന്നപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകാനായി അവൻ അവളെ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവൾക്ക് വേണ്ട ചികിത്സ നൽകുന്നുണ്ട്. അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ കാണിക്കുന്നു. മരിച്ചുപോയ നായകനാണ് അവളോട് സംസാരിക്കുന്നത്. നമ്മൾ തെറ്റായ വഴിയാണ് തിരഞ്ഞെടുത്തത്, നമ്മൾ ഈ പ്രശ്നത്തെ മറ്റൊരു വിധത്തിൽ സമീപിക്കേണ്ടതായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നതായി അവൾ ചിന്തിക്കുന്നു. ചേട്ടൻ മരിച്ചതിൽ അനുജൻ ആകെ തകർന്നിരിക്കുകയാണ്. അവളെ കണ്ടെത്തി കഥ കഴിക്കണം എന്നവൻ ആളുകളോട് പറയുന്നു. വേമ്പുലി കഷ്ടപ്പെട്ട് അവളെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. മുള്ളും മലരും എന്ന സിനിമയിലേതുപോലെ ഒരു റോപ്പ് കാറിലൂടെ അവളെ താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആളുകൾ വന്നാൽ മാത്രം അത് നിർത്താൻ സഹായിയോട് പറയുന്നു. ആളുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് അവൻ അത് നിർത്തുന്നുണ്ട്. ആളുകൾക്ക് സംശയമൊന്നും തോന്നുന്നില്ല. എന്നാൽ ഉള്ളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നത് അവർ കാണുന്നു. ഉള്ളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആരോ താഴേക്ക് പോയിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ആളുകൾ താഴേക്ക് ഇറങ്ങുന്നു. വേമ്പുലി അവളെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ നല്ല ഉറക്കത്തിലാണ്. ആളുകൾ വേമ്പുലിയെ കൊല്ലാൻ വരുന്നു. അവളെയും കൊല്ലാനായി ഓങ്ങുമ്പോൾ അതുവരെ ഉറങ്ങിക്കിടന്ന നായിക പെട്ടെന്ന് എഴുന്നേറ്റ് അവരെ തടഞ്ഞ് പോരാടുന്നു. ആളുകൾ വന്നതറിഞ്ഞാണ് അവൾ ഉണർന്ന് പോരാടുന്നത്. അവൾ എല്ലാവരുടെയും കഥ കഴിക്കുന്നു. നമ്മുടെ ആളുകളെല്ലാം മരിച്ചു എന്നൊരാൾ വന്ന് അനുജനോട് വിവരം പറയുന്നു. ഇത് കേട്ട് അവൻ ദേഷ്യത്തിൽ ആ വിവരം പറഞ്ഞവനെ കൊല്ലുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ കൊല്ല എന്ന് പറഞ്ഞ് അവൻ മറ്റുള്ളവരോട് ആജ്ഞാപിക്കുന്നു. അവൾ ഗ്രാമത്തിലെ ആളുകളോട് സംസാരിക്കാൻ വരുന്നുണ്ട്. ഇനിമേൽ ഈ ജോലി ചെയ്യരുത് എന്നവൾ പറയുന്നു. കാരണം അവർ ചെയ്യുന്ന ജോലി കാരണം ഒരുപാട് പേർ ബാധിക്കപ്പെടുന്നുണ്ട്. നീ തന്നെ 11 വഴി ഇത് ചെയ്യാമെന്ന് പറഞ്ഞത്, എന്നിട്ടിപ്പോൾ വേണ്ടെന്ന് പറയുന്നോ എന്ന് ഗ്രാമവാസികൾ ചോദിക്കുന്നു. ജോലി ചെയ്തില്ലെങ്കിൽ അവർ ഞങ്ങളെ കൊല്ലും, ഞങ്ങൾ ഇതേ ചെയ്യൂ എന്ന് പറഞ്ഞ് അവർ പോകുന്നു. ഈ മയക്കുമരുന്ന് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും നല്ലത് ചെയ്യാമെന്ന് കരുതിയാണ് അവരിത് തുടങ്ങിയത്. എന്നാൽ അതുകൊണ്ട് ഒരുപാട് പേർ ബാധിക്കപ്പെടുന്നുണ്ടെന്നും അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. യഥാർത്ഥത്തിൽ ഭർത്താവ് അവളുടെ സ്വപ്നത്തിൽ വന്നാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് അവൾ ആളുകളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആരും ഇത് അംഗീകരിക്കുന്നില്ല. പതിയെ പതിയെ ആളുകളുടെ മനസ്സ് മാറാൻ തുടങ്ങുന്നുണ്ട്. അനുജൻ കാരണം മകനെ നഷ്ടപ്പെട്ട ഒരാൾ അവളോട് സംസാരിക്കാൻ വരുന്നു. അവന്റെ കഥ കഴിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം, അവനെ കൊന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഈ ബിസിനസ് ചെയ്യാം എന്നയാൾ പറയുന്നു. ആര് ഈ ബിസിനസ് ചെയ്യുന്നതും ഞാൻ അംഗീകരിക്കില്ല. ഇനി ബിസിനസ് ചെയ്യണമെന്ന ചിന്തയുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും എന്നവൾ മുന്നറിയിപ്പ് നൽകുന്നു. അയാൾ നിശബ്ദനായി അവിടെ നിന്ന് പോവാണ്. ഒരു കാരണവശാലും ഇനി ഈ മയക്കുമരുന്ന് വിൽക്കരുതെന്ന് അവൾ തീരുമാനിക്കുന്നു. അവൾ ആളുകൾക്ക് ബോധവൽക്കരണം നൽകുന്നു. പതിയെ പതിയെ ജനങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നവർ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാം, നമുക്ക് കൃഷി ചെയ്യാൻ അറിയില്ലേ, എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം, ഇത് മാത്രം വേണ്ട എന്നവൾ പറയുന്നു. അവൾ പറയുന്നത് ശരിയാണെന്ന് ഓരോരുത്തരുമായി എഴുന്നേറ്റ് സംസാരിക്കുന്നു. ഒരുപാട് പേർ ജോലിക്ക് വരാതെ ആവുന്നു.
ഇത് അനുജൻ അറിയുന്നുണ്ട്. അവൾ പറഞ്ഞിട്ടാണ് ആളുകൾ ജോലിക്ക് വരാത്തത്. അവളെ വേഗം കണ്ടെത്തി കൊന്നില്ലെങ്കിൽ ഇനി ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അനുജൻ മനസ്സിലാക്കുന്നു. കമ്മീഷണർ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നായിക അവിടെ ഇരിക്കുന്നത് കാണുന്നു. അവൾ കമ്മീഷണറോട് വിവരം പറയുന്നുണ്ട്. ആളുകൾ അവളെ വളയാൻ ശ്രമിക്കുമ്പോൾ വേമ്പുലി പോലീസുകാർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. കമ്മീഷണറും നായികയും തോക്കുകൾ താഴെ വെച്ച് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. സത്യത്തിൽ കമ്മീഷണർ ആ ബിസിനസ്സുകാരന് വേണ്ടി ജോലി ചെയ്യുന്നതായി അഭിനയിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഈ മയക്കുമരുന്ന് വ്യാപാരം അവസാനിപ്പിക്കുക എന്നതായിരുന്നു. ഇതെല്ലാം അദ്ദേഹം നായികയോട് പറയുന്നു. നായികയ്ക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് നിന്നെ രക്ഷിച്ചത് ഞാനാണ്. വേമ്പുലിക്ക് വെടിവെക്കാൻ അറിയില്ലായിരുന്നു. കമ്മീഷണറാണ് അന്ന് ആളുകളെ വെടിവെച്ച് നായികയെ രക്ഷിച്ചത്. നായികയെ സുരക്ഷിതമായി ഒളിപ്പിക്കുക എന്ന് അദ്ദേഹം വേമ്പുലിയോട് പറഞ്ഞിരുന്നു. ഇതാണ് നടന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് വേമ്പുലി തലയാട്ടുന്നു. അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നീ ഇതിനു മുമ്പ് ചെയ്തത് തെറ്റാണ്, കാരണം അതുകൊണ്ട് ഒരുപാട് പേർ ബാധിക്കപ്പെട്ടു. എന്നാൽ നീ ഇപ്പോൾ എടുത്ത തീരുമാനം ശരിയാണ്. ഈ വഴി പിന്തുടര്, ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല, സഹായിക്കുകയുള്ളൂ എന്ന് കമ്മീഷണർ പറയുന്നു. അവളും അത് സമ്മതിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ജോലിക്ക് വരാത്തതുകൊണ്ട് അനുജൻ അവരോട് സംസാരിക്കാൻ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരാത്തത് എന്നവർ ചോദിക്കുന്നുണ്ട്. ഇനി ജോലി ചെയ്യാൻ പറ്റില്ല എന്നവർ തീർത്തു പറയുന്നു. ഒരു ഗർഭിണിയായ സ്ത്രീ പോലും ജോലി ചെയ്യാൻ വിസമ്മതിക്കുന്നു. ജോലി ചെയ്തില്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ കൊല്ലും എന്നവൻ ഭീഷണിപ്പെടുത്തുന്നു. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഭയമില്ല എന്ന് ആ സ്ത്രീ മറുപടി പറയുന്നുണ്ട്. ഇത് കേട്ട് അവൻ ദേഷ്യത്തിൽ എല്ലാവരെയും കൊല്ല് എന്ന് ആജ്ഞാപിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് നായിക അവിടേക്ക് വരുമ്പോൾ ഗ്രാമത്തിലെ ഒരുപാട് പേർ മരിച്ചു കിടക്കുന്നത് കാണുന്നു. ബാക്കിയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി അവർ ജോലി ചെയ്യിപ്പിക്കുകയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഈ വിവരം നായികയോട് പറയുന്നു. ഇവന്മാരെ മുഴുവനായി തീർത്താലേ ഇതെല്ലാം നിർത്താൻ പറ്റൂ എന്ന് നായിക തീരുമാനിക്കുന്നു. ആളുകൾ കണ്ടെയ്നറുകളിൽ മയക്കുമരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നായികയുമുണ്ട്. ഒരു ഗുണ്ട യാദൃശികമായി നായികയെ കാണുന്നു. അവൻ ഞെട്ടി അനുജന്റെ അടുത്തേക്ക് ഓടുകയാണ്. നായികയുടെ കൂടെ വേമ്പുലിയും അവന്റെ സഹായിയുമുണ്ട്. അവർ രഹസ്യമായി സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. ഓടി വന്നയാൾ അനുജനോട് വിവരം പറയുന്നുണ്ട്. അവൾ എവിടെ തെരയെന്ന് അനുജൻ പറയുന്നു. അപ്പോൾ നായിക ഒരാളെ കൊന്ന് മുന്നിൽ വന്ന് നിൽക്കുന്നു. അവൾ എവിടെയുണ്ട്, കൊല്ല് എന്ന് അനുജൻ ആജ്ഞാപിക്കുന്നു. ഒരുപാട് പേർ അവളെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അവൾ പോരാടുന്നതിനിടയിൽ അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുന്നു. എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയില്ല? അവർ വെറും 20 പേരേ ഉള്ളൂ, നമ്മൾ ഒരുപാട് പേരുണ്ട്, നമുക്ക് പോരാടാം എന്നവൾ പറയുന്നു. എന്നിട്ടും ആളുകൾ ഭയക്കുന്നുണ്ട്. ആരും മുന്നോട്ട് വരുന്നില്ല. ഒടുവിൽ അവൾ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ തുടങ്ങുന്നു. ഇത് കണ്ട് മറ്റുള്ളവർക്ക് ദേഷ്യം വരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നത്. നായിക പറഞ്ഞതനുസരിച്ച് വേമ്പുലി പലയിടത്തും ബോംബുകൾ വച്ചിരുന്നു. ആ ബോംബുകളാണ് ഓരോന്നായി പൊട്ടിത്തെറിക്കുന്നത്. കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് അനുജൻ ഭയപ്പെടുന്നു. ജനങ്ങൾക്കും ധൈര്യം വരുന്നുണ്ട്. അവരും പോരാടാൻ തുടങ്ങുന്നു. ജനങ്ങൾ എതിർക്കാൻ തുടങ്ങിയതോടെ അനുജന് ഭയം തോന്നുന്നു. അവൻ നായികയുമായി നേരിട്ട് പോരാടാൻ തുടങ്ങുന്നു. അവർ തമ്മിൽ ഘോരമായ പോരാട്ടം നടക്കുകയാണ്. തന്റെ ഭർത്താവിനെ കൺമുന്നിലിട്ട് കൊന്നതും തന്നെ വസ്ത്രാക്ഷേപം ചെയ്തതുമെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അവൾ ക്രൂരമായി അനുജനെ കൊല്ലുന്നു. ആ പ്രദേശം മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലാവുന്നു. അവർ പിടിച്ചെടുത്ത എല്ലാം കമ്മീഷണർക്ക് കൈമാറുന്നു. കമ്മീഷണർ അതെല്ലാം കത്തിച്ചു കളയുന്നു. എന്നിട്ട് ബിസിനസ്സുകാരനെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു. ഇതോടെ ഈ ബിസിനസ് നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനിയും ഇത് തുടരാൻ ശ്രമിച്ചാൽ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ഞാനിവിടെ ഇത് കത്തിക്കുമ്പോൾ അവർ അവിടെ തോട്ടം മുഴുവൻ കത്തിക്കുകയാണ് എന്ന് പറയുന്നു. ഗ്രാമവാസികൾ കഞ്ചാവ് ചെടികൾ മുഴുവൻ കത്തിച്ചു കളയുന്നു. ഇനി ആ ഗ്രാമത്തിൽ ഇത് ഉണ്ടാക്കരുതെന്ന് അവർ തീരുമാനിക്കുന്നു. ഗ്രാമവാസികൾ വരുമാനത്തിനായി മറ്റു ജോലികൾ ചെയ്യാൻ തുടങ്ങുന്നു. സർ, ഒരുപക്ഷെ അവർ വീണ്ടും ഒരു സിൻഡിക്കേറ്റ് ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും എന്ന് കമ്മീഷണറുടെ സഹായി ചോദിക്കുന്നു. അതിനവൾ സമ്മതിക്കില്ല എന്ന് കമ്മീഷണർ പറയുന്നു. അവസാനം നായിക ഒരിടത്ത് നിൽക്കുന്നത് കാണിക്കുന്നു. ഇനി ഒരു ആപത്തും വരാതെ അവൾ ആ പ്രദേശത്തെ സംരക്ഷിക്കുമെന്ന് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.